ഇന്ന് നമ്മൾ ഒരു ട്രിപ്പാണ് പോകുന്നത്, കൊച്ചിൻ ടു കാനഡ. അപ്പം ഞാൻ ഈ ട്രിപ്പിൽ നിങ്ങളെ കാണിക്കുന്നത് കൊച്ചിൻ ഈ ഒരു റൂട്ട് തൊട്ട് കൊച്ചിൻ എയർപോർട്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് ലോഞ്ചിൽ കയറാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഞ്ചിൽ കയറും. അതല്ലാന്നുണ്ടെങ്കിൽ കൊച്ചിൻ ടു ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഇന്റർനാഷണൽ ലോഞ്ച് നിങ്ങളെ പരിചയപ്പെടുത്താം. ബാംഗ്ലൂർ എയർപോർട്ട് നമുക്ക് അറിയാം, ഈ ഇടയ്ക്ക് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഇന്റർനാഷണൽ ലെവലിലാണ് റെനോവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ബാംഗ്ലൂർ എയർപോർട്ട്, അതുകൂടാതെ പാരീസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് പാരീസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട്. പുള്ളിക്കാരത്തി ഇത്തിരി നാണമുള്ള കാരണം, ഇത്തിരി നാണക്കാരത്തി ആയ കാരണം വീഡിയോയിലൊന്നും വരത്തില്ല. അപ്പോൾ പാരീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് പാരീസിൽ നമ്മൾ ലോഞ്ചിൽ ആക്സസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ എയർപോർട്ടും ലോഞ്ചും എല്ലാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ടൊറൻറ്റോയാണ്. ടൊറൻറ്റോയിലെ വിശേഷങ്ങളെല്ലാം ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് കോട്ടയം ഏറ്റുമാനൂർ ബൈപ്പാസ് ആണ്. നമ്മളിവിടെ വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് നമ്മൾ ക്ലൗഡ് 9 നിന്നാണ് കഴിക്കുന്നത്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളെ നല്ല റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താം. ഒരു ക്ലൗഡ് 9 റെസ്റ്റോറൻറ്റ് ഉണ്ട്. നിങ്ങൾ കോട്ടയംകാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോട്ടയത്തിനടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ, കോതനല്ലൂർ ഒരു സ്ഥലമുണ്ട് ക്ലൗഡ് 9. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ മെയിൻ ഫേവറേറ്റ്, എനിക്ക് ഏറ്റവും അവിടുത്തെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട, ബീഫ് ഫ്രൈയും ബീഫ് മസാലയും ബീഫ് കറിയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. ഏകദേശം 25 വർഷമായിട്ട് കോതനല്ലൂരിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഞാനത് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്നുള്ളത്. അപ്പം എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. കോട്ടയത്ത് ഫുഡ് സ്പോട്ട്സ് ഒക്കെ വളരെ കുറവാണ്, നമുക്കറിയാം. പക്ഷേ ഇതുപോലത്തെയുള്ള ചെറിയ ചെറിയ ഫുഡിൻ്റെ സ്ഥലങ്ങളൊക്കെ വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ക്ലൗഡ് 9ഉം കൂടാതെ മധുചേട്ടൻ്റെ അവിടെ തന്നെ അപ്പുറത്ത് ഞാൻ മീൻ തറവാട് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മീൻ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീനും കൊഞ്ചും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മീൻ തറവാടിൽ നിങ്ങൾ പോവുക. അവിടെ കരിമീൻ ഫ്രഷ് ആയിട്ട്, മധുചേട്ടൻ്റെ അവിടെ ഫ്രഷ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മീൻ തറവാട്ടിൽ കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയുക, ടേസ്റ്റ് ഫീൽ ചെയ്യും. മധുചേട്ടൻ്റെ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട്. എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് മീൻ തറവാടാണ്. അവിടെ കുറച്ച് നല്ല ചേച്ചിമാരൊക്കെ ഉണ്ട്, നമ്മുടെ അമ്മമാരെ പോലെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല ഫുഡെന്ന് പറഞ്ഞാൽ എത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണെന്നുണ്ടെങ്കിലും അത് വിളമ്പി തരുന്നതിലൊരു സയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മനസ്സും നിറയും, നമ്മുടെ വയറ് മാത്രമല്ല നിറയുന്നത്, മനസ്സും നിറയും. ഇത്തിരി മഴയുടെ ഒക്കെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് വണ്ടിയൊക്കെ കഴിയിട്ടും ഇനി മഴയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പൊടിയൊക്കെ ആയിരിക്കും. അപ്പം എന്തായാലും നമുക്ക് പോവാം. വലിയ ഇത് നമ്മുടെ ഏറ്റുമാനൂർ എടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഉള്ളവർക്കൊക്കെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ സ്ഥലമൊക്കെ നല്ല വൈഡായിട്ടുള്ളൊരു റോഡാണ്. അപ്പം ഏതായാലും നമുക്ക് ബാക്കി കാണാം. ഇതാണ് കോതനല്ലൂർ. ഇവിടെ ഒരു വലിയൊരു സ്റ്റാർ ഹോട്ടലുണ്ട്, വിജയ പാർക്ക്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഞാൻ പറഞ്ഞ ഈ ക്ലൗഡ് 9 വരുന്നത്. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹോട്ടലാണ്. പക്ഷേ ഒരു 25ഓളം വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഇതാണ്, നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ പറ്റുമായിരിക്കും ഈ ഹോട്ടൽ. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലൗഡ് 9 റെസ്റ്റോറൻറ്റ്. വളരെ നല്ലൊരു റെസ്റ്റോറൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഓവർ ചാർജസ് ഒന്നുമില്ല, വളരെ സാധാരണ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ. ശരിക്കും പറഞ്ഞാൽ ആദ്യം വീഡിയോ എടുക്കേണ്ടായിരുന്നു, പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കഴിക്കേണ്ടതായിട്ട് വന്നു. ഇതാണ് ബീഫ് കറി വരുന്നത്. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നെയ്യ് ഉൾപ്പെടെയായിട്ടാണ് വരുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, കൊച്ചിയിലോട്ട് പോവുകയാണ്. അപ്പം മഴ മിക്കവാറും പെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും ഇനിയിപ്പം കൊച്ചിയിൽ എയർപോർട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഇനിയിപ്പം ഏകദേശം ഒരു 2.5 മണിക്കൂറോളം എടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി കൊച്ചിയിലത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ കൊച്ചി എത്തിയിരിക്കുകയാണ്. പലരും ആലോചിക്കും എൻ്റെ പേരെന്താണ്, എൻ്റെ പ്രൊഫഷൻ എന്താണ്. എൻ്റെ പേര് റിച്ചു ആൻ്റണി എന്നാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കിർലോസ്കറിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലവർക്കെങ്കിലും അറിയായിരിക്കും, എനിക്ക് ഒരു എക്സിസ്റ്റിംഗ് ചാനലുണ്ട്, കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മുടെ ലോഞ്ചിലോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ. ഇതാണ് നമ്മുടെ കൊച്ചി എയർപോർട്ട് എർത്ത് ലോഞ്ച്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പെരുന്നാളിനുള്ള ആളുണ്ട്. ശരിക്കും ഇപ്പം ബാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം
എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പം ലോഞ്ച് ആക്സസ് കൊടുക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡിലാണേലും ഡെബിറ്റ് കാർഡിലാണേലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലോഞ്ചിൻ്റെ ആ ഒരു സൗകര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 റുപ്പീസേ വരുന്നുള്ളൂ. ഒരു 2 റുപ്പീസ് തന്നെ റീംബേഴ്സ്മെൻ്റ് ആയിട്ട് വരുമെന്ന് തോന്നുന്നു. അപ്പം ഈ ഇവിടുത്തെ ഒരു ബിരിയാണി ഉണ്ട്. ബിരിയാണി സാധാരണ ലോഞ്ചിലൊക്കെ കിട്ടുന്ന ബിരിയാണി അത്രയും ടേസ്റ്റി ആവാറില്ല. പക്ഷേ ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ബിരിയാണി, അതായത് 13 മെയ് 2024 എക്സ്പീരിയൻസ് ചെയ്ത ബിരിയാണി വളരെ ടേസ്റ്റി ആയിരുന്നു. വളരെ ടേസ്റ്റിയാണെന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലബാർ ബിരിയാണി ആയിരുന്നു. മലബാർ ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയ അരിയുടെ ബിരിയാണി വളരെ ഇഷ്ടമാണ്. ബിരിയാണി മാത്രമല്ല സാലഡ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇത് കണ്ടോ, ഇത്രയും വ്യൂ ഉണ്ട്. ഇനി അടുത്ത പാർട്ട് ഞാൻ ബാംഗ്ലൂർ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. ബാംഗ്ലൂർ ലോഞ്ചും ഇൻ്റർനാഷണൽ